ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായിയായ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് SIT സംഘം ഇയാളെ വിട്ടയച്ചത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? മോദി ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് കൂടുതൽ നടപടികൾ എന്താണ് എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന അനന്ത സുബ്രഹ്മണ്യത്തെ ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ചെയ്യുന്നതാണ്. വൈകുന്നേരമായിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡി എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പോൾ രണ്ടാം ദിനമാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതേ നമ്മളിപ്പോൾ കാണുന്നത് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസാണ്. ആ ഓഫീസിൽ നേരത്തെ 7 മണിക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റ് ഓഫീസ് തുറന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം എത്തി ഓഫീസ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നു. അത് ഇപ്പോൾ മറ്റൊരു വാഹനം കൂടി വരുന്നതിൽ ആരാണ് ഉള്ളത് എന്ന് വ്യക്തമല്ല. എന്തായാലും അങ്ങനെ ഉദ്യോഗസ്ഥർ കൂടുതലായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ ഇന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ അനന്ത സുബ്രഹ്മണ്യത്തെയും ഇരുത്തി ചോദ്യം ചെയ്യും. രണ്ടുപേരെയും വെവ്വേറെ ഇരുത്തിയും ഒപ്പം ഇരുത്തിയുമുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നിരുന്നു. അതിനുശേഷം രാത്രി വൈകിയെങ്കിലും അറസ്റ്റ് എന്നുള്ള നടപടി ഉണ്ടായി. പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുമെന്ന് അനന്ത സുബ്രഹ്മണ്യത്തെ എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്നലെ അറസ്റ്റ് ഉണ്ടായില്ല. മറ്റ് കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും മറ്റെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഇത്രയും ദിവസമായിട്ടും വീട്ടിലെത്തിച്ചോ അല്ലെങ്കിൽ സഹോദരിയുടെ വീട്ടിലെത്തിച്ചോ ഒന്നും തെളിവെടുപ്പ് നടന്നിട്ടില്ല. ഈ പറയുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള സ്ഥലം അവിടെകളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ 5 ദിവസം കഴിയുന്നു കസ്റ്റഡിയായിട്ട്. അപ്പോൾ കോടതി കസ്റ്റഡിയിൽ വിട്ട് 5-ാം ദിവസമെങ്കിലും കോടതിക്ക് ഈ പറയുന്ന ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറത്തേക്ക് അന്വേഷണത്തിലേക്കൊക്കെ SIT കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.